എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് 4 പേരുടെ കാര്യമാണ് ഇന്ന് പ്രഭാത സമയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് വരുന്നത്. എൻ്റെ പ്രിയ പ്രേക്ഷകർ, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ. 1 ഒരു രാഷ്ട്രീയക്കാരൻ, 1 ഒരു സാമൂഹ്യ പ്രവർത്തകൻ, വേറൊന്ന് ഒരു സർക്കാർ ജീവനക്കാരൻ, വേറൊന്ന് ഒരു പാതിരി അല്ലെങ്കിൽ പാസ്റ്റർ. രാഷ്ട്രീയക്കാരൻ അതിരാവിലെ തന്നെ അവന് നടക്കാനായിട്ട് ഇറങ്ങും, വാചക കസരത്തുകളൊക്കെ നടത്തും, ടെസ്റ്റുകളൊക്കെ നടത്തും. അവൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകൾ എന്താണ് എന്നുള്ളത് ദിവസവും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശോധിച്ച് റിപ്പോർട്ട് വാങ്ങിച്ച് ഡോക്ടറെ കാണും. ഡോക്ടർ വേണ്ടാത്ത മരുന്നുകളൊക്കെ അവന് കൊടുക്കും. അവന് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ ഒരു രാഷ്ട്രീയ നേതാവല്ല, പിന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹം സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിക്കുകയും ഓടി നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അദ്ദേഹവും ഇതുപോലെ പ്രഭാത സവാരിക്കിറങ്ങും. മാത്രമല്ല, തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കുവാനായിട്ട് ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്, മരുന്നുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത് ഒരു പാതിരി അല്ലെങ്കിൽ ഒരു പാസ്റ്റർ. അവർ എന്താണ് ചെയ്യുന്നത്? അവരും പ്രഭാതകാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ച് അവർ പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷമായിട്ട് അവരും നടക്കുവാനും ദൈനംദിന ജീവിതത്തിലെ ജോലികളൊക്കെ ചെയ്യുവാനായിട്ട് തുടങ്ങും. മാത്രമല്ല, അദ്ദേഹവും വളരെ പ്രവചനപരമുള്ള ആളാണ്, രോഗശാന്തി സൗഖ്യമുള്ള ആളാണ്, മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തുന്ന ആളാണ്. എങ്കിലും അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? രാവിലെ പ്രഭാത സഭയിലേക്ക് ഇറങ്ങും. തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കി അദ്ദേഹം മരുന്നുകൾ കഴിക്കുന്നു. എല്ലാവരും മരുന്ന് കഴിക്കുന്നു, ഇദ്ദേഹവും കഴിക്കുന്നു. മാത്രമല്ല, ടെസ്റ്റുകൾ ആഴ്ചതോറും മറ്റുള്ളവർ ചെയ്യുന്നതിൽ ഒരു ദിവസം കൂടുതൽ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്, ചെയ്ത് ശരീരം പുഷ്ടിപ്പെടുത്തുന്നു. വേറൊരാൾ, നാലാമത്തെ ആൾ, ദിവസവും ജിമ്മിൽ പോകും. മാത്രമല്ല, ശരീരം നല്ല രീതിയിൽ തന്നെ ക്രമീകരിക്കുന്നു, ആരോഗ്യസ്ഥിതി ഉറപ്പുവരുത്തുന്നു, വേണ്ടുന്നതായ മസിൽ പവറുകളൊക്കെ നല്ലതുപോലെ എടുക്കുന്നു, നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ട് വിലസിക്കുന്നു. അദ്ദേഹവും പ്രഭാത സവാരിക്കൊക്കെ ഇറങ്ങും. മാത്രമല്ല, തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കുവാനായിട്ട് മരുന്നുകൾ കഴിക്കുകയും ടെസ്റ്റുകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇതല്ല ഇതിന് നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെയോ, ഈ 4 കൂട്ടം ആളുകളും അവരുടെ ശരീരപ്രകൃതി അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ, ശരീരത്തിൻ്റെ പുഷ്ടി നിലനിർത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ മരണം എല്ലാവരെയും പിടിക്കും, രോഗം എല്ലാവരെയും ബാധിക്കും. എത്ര ടെസ്റ്റ് ചെയ്താലും, എന്തെല്ലാം ശരീരത്തിന് വേണ്ടി ചെയ്താലും, മരുന്ന് കഴിച്ചാലും, എക്സസൈസ് ചെയ്താലും, ജിമ്മിൽ പോയാലും കുറച്ച് കഴിയുമ്പോൾ സഹോദരി, നിന്നെ രോഗം പിടിക്കും. ഏത് രോഗമാണ് ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മരണം നിന്നെ പിടിക്കുവാനായിട്ട് പോവുകയാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം കഷ്ടതകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, നരകയാതനകൾ അനുഭവിക്കുന്നവരും ഈ മരണത്തിന് യോഗ്യം. ഈ എക്സസൈസ് ചെയ്യാത്തവരും അല്ലെങ്കിൽ ദിവസം നടക്കാത്തവരും ശരീരം പുഷ്ടിപ്പെടുത്താത്ത ആൾക്കാരും അവരും മരണത്തിന് യോഗ്യപ്പെടും. പക്ഷേ വേറൊരു വലിയ പ്രശ്നമുള്ളത്, ഈ ബുദ്ധിമാന്മാരായ ആളുകൾ, ഈ 4 കൂട്ടർ, അവർ രോഗത്തിനടിമയായി കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. പ്രവചനപരമുള്ള മഹാപുരോഹിതൻ അല്ലെങ്കിൽ പ്രവചനം പ്രാർത്ഥിച്ച് സൗഖ്യപ്പെടുത്തുന്ന മഹാപുരോഹിതന് പോലും ഈ മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ സത്യവും ദൈവ നിയമവുമാണ്. അപ്പോൾ ഈ ലോകത്ത് ജനിക്കുന്ന മനുഷ്യൻ മുഴുവൻ മരണത്തിനഴകപ്പെടും. മരണത്തിന് നിശ്ചയമാണ്, പക്ഷേ അതിന് സമയം നിശ്ചയമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം സ്വൈര്യമായിട്ടും സ്നേഹത്തോടും സൗഹൃദത്തോടും ദുഷ്ടതയില്ലാതെയും, ദുഷ്ടത പ്രവർത്തിക്കുന്ന മനുഷ്യ, അക്രമം നടത്തുന്ന മനുഷ്യ, അതിന് പ്രേരണ നൽകുന്ന മനുഷ്യ, നിൻ്റെ അവസ്ഥ ഇതുതന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും നല്ല ഭാഗ്യവാൻ. അവൻ ഈ ലോകത്തിലും വരും ലോകത്തിലും ഞാൻ വിശ്വസിക്കുന്നതനുസരിച്ച് നന്മ തന്നെ ലഭിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നല്ല പ്രവൃത്തി ചെയ്യുക, നന്മ ചെയ്യുക, മറ്റുള്ളവർ നമ്മളെ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. നമ്മുടെ ശരീരം സൂക്ഷിക്കേണ്ട എന്നുള്ളതാണ് വിശുദ്ധ ജീവിതമായി. നമ്മുടെ ശരീരം വിശുദ്ധിയോടും
വെടിപ്പോടും കൂടെ സൂക്ഷിക്കുക. നമ്മുടെ വാക്കുകൾ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ പറയുക. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ ജീവിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കാം, ഇല്ല തള്ളിക്കളയാം. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ബേബി മലശ്ശേരി. ഞാൻ സാമൂഹ്യ പ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്.